OET with TINCY. സോ ഇന്ന് പാർട്ട് എയുടെ ടിപ്സ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നേക്കുന്നത്. സോ ഞാൻ പഠിച്ചത്. സോ നിങ്ങൾക്കും ഈ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡിസൈഡ് സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ മൊബൈലിൽ ടൈം സെറ്റ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൊബൈലിൽ ടൈം സെറ്റ് ചെയ്യുക. സോ ആദ്യമൊക്കെ നമ്മൾ 15 മിനിറ്റ്സ് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് പാർട്ടിയെ ആ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളൊരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോൾ മെല്ലെ ടൈം ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ 14 മിനിറ്റ്സ്, ദെൻ 30 മിനിറ്റ്സ്, അങ്ങനെ ഓരോരോ മിനിറ്റ് ഓരോരോ ആഴ്ചയിൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് അതൊരു 12ൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സോ ദ നെക്സ്റ്റ് വൺ ഈസ്, ഒരു ദിവസം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മെറ്റീരിയൽ എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പാർട്ട് എ മാത്രം. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് പാർട്ടിയെ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺലി യൂസ് ചെയ്യുന്ന സിനോണിംസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്. സോ അതിനുവേണ്ടി കോമൺലി യൂസ് ചെയ്യുന്ന സിനോണിംസ്, ഫോർ എക്സാമ്പിൾ പ്രിസൈസ്, ഇംപ്രിസൈസ്, വാഗ്യൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോമൺലി നമ്മൾ കണ്ടുവരുന്നതാണ്. സോ അങ്ങനെയുള്ള സിനോണിംസ് ഒക്കെ നമ്മളൊരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് യൂസ്ഫുൾ ആവും. എപ്പോഴും എടുത്ത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് അത് എക്സാമിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലെ, സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് മെത്തേഡാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ അതായത് നമുക്ക് 4 എക്സ്ട്രാക്റ്റ് ആണുള്ളത്. ആ 4 എക്സ്ട്രാക്ട് നമ്മൾ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എത്രത്തോളം സ്പീഡിൽ വായിച്ചിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കോർ ഐഡിയ, അതായത് ആ ഒരു ഇപ്പം ഒരു പാസേജിനകത്ത് ഒരു 3 അതായത് ടെക്സ്റ്റ് അയക്കാത്ത ഒരു 3 പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. 3 പാരഗ്രാഫിൽ ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് അതിനൊരു ചെറിയ പാരഗ്രാഫ് ആയിരിക്കും, ഒരു 4-5 സെന്റൻസ് ആയിരിക്കും അതിനകത്തുള്ളത്. അത് മെയിൻലി എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എത്നിക് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു മെയിൻ പോയിന്റ് നിങ്ങൾ എപ്പോഴും അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ പാരഗ്രാഫിൽ ഏതൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്, സോ സബ് പാരഗ്രാഫുകളുണ്ട്, അതിന്റെയൊക്കെ മെയിൻ ഐഡിയ എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് ആ അണ്ടർലൈൻ ചെയ്ത വേർഡുകൾ മാത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എയിൽ ഓക്കെ ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സയൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞിട്ടുണ്ട്, ഒരു എത്നിക് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് ടോട്ടൽ എന്താണ് മീനിങ് എന്നുള്ളത് നിങ്ങൾക്ക് ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. സോ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വൺ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൂ വേർഡ്സുകൾ എടുക്കുക. സിനോണിംസ് നിങ്ങൾ എടുക്കുന്ന അതേ ടൈമിന് തന്നെ ക്ലൂ വേർഡ്സുകൾ എടുത്തിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്ലൂ വേർഡ്സുകൾ എടുക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് സ്കിം ആൻഡ് സ്കാനിങ് ചെയ്താൽ മാത്രമേ ക്ലൂ വേർഡ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ടൈം ഒരു ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുക. നിങ്ങളിപ്പോൾ നോക്കി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നി ഇത് ഒന്നും കൂടെ വായിച്ചാൽ കിട്ടും എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ ഫസ്റ്റത്തെ ടൈമിൽ നിങ്ങൾക്ക് നോക്കി നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ അതിൽ ഒരുപാട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മിസ് ഔട്ട് ആയ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് നേരം നിങ്ങൾ തൂങ്ങി നിൽക്കരുത്. ഒരുപാട് നേരം നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു 8 to 17 വരെ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതിനുശേഷം 1 to 7 നിങ്ങൾ ആൻസർ ചെയ്യുക. അത് കഴിഞ്ഞ് വന്നിട്ട് 18, 19, 20 നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് നിങ്ങൾ 8 to ഒരു 17 അല്ലെങ്കിൽ 16 ഒക്കെ എത്തുമ്പോഴേക്കും അവരെ എക്സാമിന് 5 മിനിറ്റ്സ് എന്ന് പറയും. സോ 5 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ 5 മിനിറ്റ്സിൽ നിങ്ങൾ 3 മിനിറ്റ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾ 1 to 7 ആൻസർ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് 17 to 20 ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 മിനിറ്റ്സ്, ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. സോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ന്യൂസ് ലെറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിനകത്ത് നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗെയിം പോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഒരു 10 വേർഡ് അല്ലെങ്കിൽ ഒരു 15 വേർഡ് അവരോട് നമുക്ക് എഴുതി തരാനായിട്ട് പറയാം. എന്നിട്ട് നിങ്ങൾ ആ വേർഡ് സെർച്ച് ചെയ്യാം. സോ ഇതൊരു ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി. സോ അതിനകത്ത് കുറച്ച് വേർഡുകൾ അവർ നമ്മുടെ അടുത്ത് പറയും. ആ വേർഡ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 10 വേർഡ് എഴുതി തരാൻ പറയാം. നിങ്ങൾ അത് ലൊക്കേറ്റ് ചെയ്യുക. സോ നിങ്ങൾ എത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക. സോ
ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ OET with TINCY.